ബംഗാളിൽ CPM 35 വർഷം ഭരിച്ചു. ഭരിച്ചപ്പം പലരും കളിയാക്കി. കാരണം അവിടെ ലിറ്ററസി കൊണ്ടുവന്നില്ല, അവിടെ തൊഴിലില്ലായ്മ പരിഹരിച്ചില്ല, വീട് വെച്ച് കൊടുത്തില്ല, ഒരുപാട് കാര്യങ്ങളിൽ കളിയാക്കി. പക്ഷെ കളിയാക്കിയവരെല്ലാം ഇപ്പം നല്ല സന്തോഷിച്ച് ചിരിക്കുകയല്ലേ? കാരണം എന്താ? അവിടെ നിന്ന് ബംഗാളികളായിട്ടുള്ള തമിഴ്നാട്ടുകാരായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് ഒരുപാട് വന്നിരുന്നത്. തമിഴ്നാട്ടുകാർ വന്ന് വീട്ടിൽ വന്ന് എനക്കെന്താമ്മ കുളന്തയ്ക്കെന്താ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്ന സ്ത്രീക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അവർ കുഞ്ഞിനെ പിച്ചി ചീന്തി അല്ലെങ്കിൽ നുള്ളി കുച്ച് കരയുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞിനും കൂടെ നമ്മൾ കൊടുക്കും, എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രളയമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടുകാർ അങ്ങനെ വന്ന് വീട്ടിലൊന്നും ആരും വരാറില്ല. അവർ വളരെയധികം സാമ്പത്തികമായി മുന്നോട്ട് പോയി. ഒരുപാട് ഫാക്ടറികളും സംവിധാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കേരളത്തിൽ പിന്നെ ഹോട്ടലുകൾ നടത്താനും കഫറ്റേറിയ നടത്താനും ക്യാൻറ്റീൻ നടത്താനും ഒക്കെ വരുന്നുള്ളൂ. അല്ലാതെ ജോലിക്കെന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാരില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് ബംഗാളികളും ആസാമികളാണ്. ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ വന്നു. ഇവിടെ പെരുമ്പാവൂരൊക്കെ അവർ വന്ന് വളരെ വലിയ തോതിലാണ്. ഇവിടെ 33 ലക്ഷം പേർക്ക് കേരളത്തിൽ തൊഴിലില്ല. അതേ സമാനമായ 33 ലക്ഷം പേർ വിദേശത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ജോലി ചെയ്യുന്നു. 33 ലക്ഷം പേര് ജോലി ചെയ്യുന്നു. പലർക്കും ഇപ്പോൾ ഇവിടെ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. 6 മാസത്തിന് കൂടുതൽ ഒരിടത്ത് താമസിച്ചാൽ വോട്ട് കിട്ടുമല്ലോ. ഇവിടെ ഇപ്പോൾ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഇത് നല്ല രസകരമെന്ന് പറയാം. ഒരു വീഡിയോ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ട്രോൾ വീഡിയോ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അല്ല, ശരിക്കുള്ള വീഡിയോ ആണ്. കണ്ണൂരിൽ ഗോവിന്ദ മാഷിൻ്റെ ഇത് നടക്കുന്നു, ഈ വികസന ജാഥ നടക്കുന്നു. അപ്പോൾ ഒരു സഖാവ് ഈ ബംഗാൾ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് LDF സിന്ദാബാദ്, LDF സിന്ദാബാദ് എന്ന് വിളിപ്പിക്കുന്നു. പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് ബംഗാളികളെ കൊണ്ട് വിളിപ്പിക്കുന്നു. അപ്പോൾ ഈ ബംഗാളിൽ ഉള്ള ഭാഷ പഠിച്ചവരായതുകൊണ്ട് അവർ ഇംഗ്ലീഷൊന്നും മലയാളമൊന്നും പഠിച്ചിട്ടില്ലാത്ത പുതിയ ആളുകൾക്ക് ഈ LDF സിന്ദാബാദ് എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സഖാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ അറിയാമെന്നുള്ള ഒരാൾ LDF സിന്ദാബാദ് എന്ന് വിളിക്കുക, മറ്റേ ആൾ സിന്ദാബാദ് 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 അത് വിളിക്കാൻ പറ്റുമല്ലോ. എത്ര മനോഹരമായിരിക്കുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സത്യൻ അന്തിക്കാടും ശ്രീനിവാസൻ മരിച്ചുപോയി, ശ്രീനിവാസനും ശങ്കരാടിയും മരിച്ചുപോയി. ഇവരെല്ലാം വേണമായിരുന്നു. മനോഹരമായൊരു സന്ദേശം 2 വന്നന്. സന്ദേശം 1 നമ്മൾ കണ്ടതാണ് സിനിമ. സന്ദേശം 2 വന്നന് ജയറാമും എല്ലാം കൂടെ ചേർത്ത് സന്ദേശം 2 ഇനി സത്യകാന്തിക്കാട് ചെയ്യുമോ നമുക്കറിയത്തില്ല. സന്ദേശം 2ൻ്റെ സമയമായി. എത്ര മോശമായിട്ടാണ് ഇത്. കഴിഞ്ഞ ദിവസം ഈ കസേര പിണറായി വിജയൻ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് കസേരയെ ഒഴിഞ്ഞിട്ട് ആളുകളെല്ലാം അഴിച്ചു പോവുകയാണ്. പയ്യന്നൂരിൽ പാർട്ടി വെച്ച പരിപാടിയേക്കാൾ കൂടുതൽ ആളുകൾ 3000 ബുക്ക് 3 മിനിറ്റ് കൊണ്ട് തീർന്നെന്നാണ് പറയുന്നത്. ആളുകൾ 10ഉം 15ഉം ഒക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിക്കാരാണ് വാങ്ങിച്ചതെന്നറിയില്ല. എന്തായാലും 3000 ബുക്ക് അവിടെ ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞു. 3 ലക്ഷം രൂപയ്ക്ക് ബുക്ക് വിറ്റു. 3000 ബുക്ക് 100 രൂപ വിലയുള്ളൂ. 3000 ബുക്ക് വിറ്റപ്പോൾ 3 ലക്ഷം രൂപയുടെ ബുക്ക് 5 മിനിറ്റ് കൊണ്ട് വിറ്റുപോയി. അടുത്ത പതിപ്പ് ഇറങ്ങുകയാണ്. അപ്പോൾ വളരെ രസമാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രസകരമായ കാര്യം, ബംഗാളിലെ തൊഴിലാളികളെ കേരളത്തിൽ കൊണ്ടുവന്ന് അവർ നല്ല മുദ്രാവാക്യം വിളിക്കുകയാണ് മനോഹരമായി. പക്ഷെ അറിഞ്ഞുകൂടക്കി കുഴപ്പമില്ല, സിന്ദാബാദ് സിന്ദാബാദ് അങ്ങനെ തന്നെ പണ്ട് വിളിപ്പിക്കുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഒരാൾ പാട്ട് പാടി മുദ്രാവാക്യം വിളിക്കും, ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ എന്ന് പറയും. അതുപോലെ LDF സിന്ദാബാദ്, അപ്പോൾ കൂടെയുള്ളവർ സിന്ദാബാദ് സിന്ദാബാദ്. മനോഹരമായിരിക്കുന്നു. ഒരു പക്ഷേ ബംഗാളിലെ അവരെ ലിറ്ററേറ്റ് ആക്കുകയും അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുകയും അവരൊരു മാന്യമായ ജീവിതം നയിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ആൾക്ഷാമം വരുമ്പോൾ ഇവിടെ വരത്തില്ലായിരുന്നു. പിന്നെ ആരെ വെച്ച് വിളിക്കുമായിരുന്നു? അത്ര നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജ്യോതി ബസുവും ബുദ്ധദേവ ഭട്ടാചാര്യയും മമതാ ബാനർജിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ CPMന് ഗുണമായി. ഇന്നല്ലെങ്കിൽ നാളെ CPMന് ഇവിടെ ആവശ്യം വരും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആളുകൾ ആവശ്യത്തിനായി.